പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് മുജാഹിദ് മൗലവിമാരുടെ ഒരു വെറൈറ്റി കുതന്ത്രം കാണിച്ചു തരാം. അവരുടെ അണികളെ പിടിച്ചു നിർത്താനും അണികളെ പറ്റിക്കാനും വേണ്ടിയിട്ട് മുജാഹിദ് മൗലവിമാർ നടത്തുന്ന ഒരു കുതന്ത്രമാണിത്. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഖാലിഖല്ല, സൃഷ്ടാവല്ല. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഇലാഹല്ല. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഞങ്ങളെ റാസിഖല്ല എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ തേടുന്നത്. അപ്പൊ പ്രാർത്ഥനയാകൂല. പറയട്ടെ ധാരിമി കേട്ടോളി. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാ അള്ളാഹു സൃഷ്ടാവാണ് എന്ന നിലയിലാണ്, അള്ളാഹു റബ്ബാണ് എന്ന വിധത്തിലാണ്, അള്ളാഹു ഇലാഹാണ് എന്ന വിധത്തിലാണ്. കേട്ടല്ലോ, നമ്മൾ MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠൻ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടു. അതിൽ 3 കാര്യങ്ങൾ പ്രത്യേകം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് തേടുമ്പോൾ അള്ളാഹു ഖാലിഖാണ് എന്നും റാസിഖാണ് എന്നും ഇലാഹാണ് എന്നും വിശ്വസിച്ചാണ് നമ്മൾ തേടുന്നത്. നേരെ മറിച്ച് ഈ വിശേഷണങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ തേടിയാലോ നമ്മൾ ശിർക്ക് ചെയ്തവരാണ്. കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്തത് കൊണ്ട്. എന്നാൽ ഈ മുജാഹിദ് മൗലവിമാരുടെ തംബ്ലൈനുകൾ നിങ്ങൾ നോക്കണം. അവരെന്താ പറയണത്? ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ എന്ന് പണ്ട് മുതലേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകളൊക്കെ ഇലാഹുകളാണെന്ന വിശ്വാസമില്ലാതെ തേടിയതിന് തെളിവുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ തംബ്ലൈൻ അവരിട്ടുട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ തുടങ്ങുമ്പോഴും ഇലാഹാണെന്ന് വിശ്വാസമില്ലാതെ എന്ന് പറയുന്ന സുന്നികൾ ഇത്രകാലം ചോദിച്ചിരുന്ന ഒരു വിഷയത്തിന് എന്താണ് ഈ മൗലവി തീർപ്പ് കൽപ്പിക്കുകയാണെന്നുള്ള രൂപത്തിലാണ് വീഡിയോയുടെ തുടക്കമൊക്കെ ഉണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ മുജാഹിദുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സ്വന്തം ബുദ്ധി മുജാഹിദുകൾക്ക് വേണ്ടി പണയപ്പെടുത്തിയ ആളുകൾ എന്താ ചിന്തിക്കുക? ഇലാഹാണെന്ന് വിശ്വസിക്കാതെ തന്നെ തേടിയിട്ടുണ്ട്, എന്നിട്ടും അവർ ചെയ്തത് ഷിർക്കാണ് എന്ന് പറഞ്ഞ രൂപത്തിൽ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം കുതന്ത്രങ്ങൾ മെനയുന്നത്. മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ ഇലാഹുകളാണ് എന്ന വിശ്വാസത്തോടു കൂടെയാണ് തേടിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ തേടിയ തേട്ടങ്ങളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഷിർക്കായി മാറിയത്. ഇതാണല്ലോ അടിസ്ഥാനം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മക്കയിലെ മുശ്രിക്കുകളെ പോലെ തന്നെയാണ് നമ്മൾ സുന്നികളും ഒന്ന് എന്താക്കണം, വരുത്തി തീർക്കണം. അപ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ വിശ്വസിക്കുന്നവരാണ്. അവർ തേടുന്ന സഹായം തേടുന്ന ദൈവങ്ങളൊക്കെ ഇലാഹുകളാണ് എന്നവരുടെ വിശ്വാസം. അപ്പം നമ്മൾ പൊതുവെ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളും ഞങ്ങളും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകൾ ഇലാഹുകൾ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ച ഒരു മക്ക മുശ്രിക്കിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നാണ് നമ്മളെ ചോദ്യം ഉണ്ടാവാറുള്ളത്. ഈ ചോദ്യത്തിന് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അണികളെ പറ്റിക്കുകയാണ് ഇയാൾ ചെയ്യണത്. ഇനി ഇയാൾ ബാക്കി കൂടി പറയുന്നുണ്ട്. ആ പറയുന്ന വിഷയത്തിൽ ഒന്നും എന്തില്ല, ഇലാഹാണ് എന്ന് പറയുന്നൊരു വിഷയം ഇയാൾ തൊടുന്നേയില്ല. എന്നവരെ തമ്മിലും ബാക്കിയുള്ളതും ഒക്കെ എന്താണ്, ഇലാഹ് എന്ന് പറഞ്ഞ ആ കറക്റ്റ് പോയിന്റിലാണ്. ഇത് കാണുന്ന പാവങ്ങളായിട്ടുള്ള മുജാഹിദുകളൊക്കെ ഇയാൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. ബാക്കിയും കൂടി കേട്ടോക്കാം. കിതാബുകൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്താ ചോദ്യം എന്നറിയോ? മക്കത്തെ മുശ്രിക്ക് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബിലിനെയും ഈ 4 വിഗ്രഹങ്ങൾ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ ഖാലിഖാണ് എന്ന നിലക്ക് അവർ ചോദിച്ച ഒരു ചോദ്യം കാണിക്കുമോ? കാണിക്കാൻ പറ്റുമോ? ലാത്ത റബ്ബാണെന്നവർ വാദിച്ചോ? ലാത്ത ഖാലിഖാണെന്ന് വാദിച്ചോ? ഇല്ല. കാരണം യഥാർത്ഥ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ. എന്താ മോനെ ചോദ്യം? ആ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു മുജാഹിദ് പ്രവർത്തകനായിട്ട് അലിഞ്ഞില്ലാണ്ടായി പോകും. കാരണം അങ്ങനെ ആവുന്ന ഇയാൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇയാൾ ഇത്ര ധൈര്യത്തിൽ ആ ചോദ്യം ചോദിക്കുന്നത്. MT അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇലാഹാണ് എന്ന വിശ്വാസം പറഞ്ഞു, റബ്ബാണെന്ന വിശ്വാസം പറഞ്ഞു, റാസിഖാണെന്ന വിശ്വാസം പറഞ്ഞു. എന്നിട്ട് ഇയാൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് റാസിഖും ഖാലിഖും പറഞ്ഞിട്ട് ഇലാഹാണെന്ന വിശ്വാസം എന്നതെ കുറിച്ച് അയാൾ പറയാതിരുന്നത്? അതാണ് കോർ പോയിന്റ് എന്ന് ഇയാൾക്കറിയാം. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നറിയാം. ഇത് നമ്മൾ കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ കുറിച്ച് അവർ ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു മക്ക മുശ്രിക്ക് ഏതെങ്കിലും ഒരു അവരുടെ ദൈവങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞ പിന്നെ വഹാബി പ്രസ്ഥാനം ഇവിടെ ഇല്ല. അത് തീർന്നു.
ഇത് പണ്ട് മുതലേ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവല്ലാതെ ദൈവമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനുമില്ല എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ പേരിൽ വെച്ച് കെട്ടുന്നത്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിക്കൂ. അവർ ഉത്തരം ചെയ്യുമോ എന്ന് പറയുന്നത് ഇത്ര ആയത്തുണ്ട് ഖുർആനിൽ. അതുകൊണ്ടാ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് വിശ്വസിക്കുന്ന വല്ലവരും ആ സദസ്സിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്ന് പറയുന്ന സദസ്സിൽ ഉണ്ടാകണ്ടേ? ഞങ്ങളെ പോലത്തെ ഒരു കുട്ടി ഒരാളതിൽ ഉണ്ടായിരുന്നോ ചോദിച്ചു. എന്റെ ശരിക്കും ചോദ്യം മനസ്സിലാക്കണം മൗലവി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ വിശ്വാസമുള്ള ഒരൊറ്റ കക്ഷി അവിടെ സദസ്സിൽ ഉണ്ടായിരുന്നോ? വിശ്വസിക്കുന്ന ഒരൊറ്റ വ്യക്തി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഒരു ആയത്ത് ഓതിയിട്ട് കാര്യമില്ല. കാരണം ആ ആയത്തൊക്കെ ലാ ശരീക ലഹു വിശ്വസിക്കാത്ത, ശരീക്കുണ്ടെന്ന് വിശ്വസിച്ചവരെ സംബന്ധിച്ചാണ്, ഇലാഹാണെന്ന് വിശ്വസിച്ചവരെ സംബന്ധിച്ചാണ്. ഞങ്ങൾക്കത് ബാധകമല്ല. ഇസ്തിഗാസ അംഗീകരിച്ച റംലിയെ മുജദ്ദിദാണെന്ന് യഥാർത്ഥത്തിൽ സുന്നികളായ ഉസ്താദുമാര് പണ്ട് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ അവരെ കുഴക്കിയിട്ടുണ്ട്. അവർക്കതിന് ഉത്തരം കണ്ടെത്താനേ കഴിയുന്നില്ല. അവരുടെ എല്ലാ അടിസ്ഥാന ആശയങ്ങളും സുന്നികൾക്കെതിരെയുള്ള തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഏരിയയാണത്. കാരണം സുന്നികളായ നമ്മളൊക്കെ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് എന്ന് പറയുമ്പോൾ, നമ്മളാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരും മക്കയിലെ മുശ്രിക്കാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാത്തവരും, അതായത് അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അപ്പോൾ ഇതെങ്ങനെ ആയാലും എന്താണെന്നില്ല, ഇങ്ങോട്ട് ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുമിപ്പിക്കണമെങ്കിൽ എന്താവണം? മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരില്ല എന്ന് വിശ്വസിക്കണം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് അവർ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒന്നും സാധിക്കാണ്ടിരിക്കുന്ന സമയത്ത് ആളുകളെ കണ്ണിൽ പൊടിയിടുക, അതിന് തംബ്ലൈൻ ഇടുക, അതിന് വീഡിയോൻ്റെ തുടക്കത്തിൽ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടൊക്കെ ആൾക്കാരെന്ത് ചെയ്യുക, അതിൻ്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആളുകൾ ഇങ്ങനെ പൊട്ടീസാവുകയാണ്. എന്നിട്ട് തെറ്റിദ്ധരിച്ചിട്ട് വിചാരിക്കുക ഇയാൾ ചോദിക്കണം മുഴുവനും ഇലാഹാണെന്ന വിശ്വാസം എന്നതിനെ പോയിന്റ് ചെയ്തിട്ടാണ് ഇയാൾ പറയണത് എന്ന് ആൾക്കാരെ കൊണ്ട് ധരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ടേ നിങ്ങൾക്ക് നിങ്ങളെ അണികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. നിങ്ങളത് തുടരണം. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, ഈമാനുള്ള മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ബോധം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.